അനാസ്ഥയെന്ന് പറയുമ്പോൾ വിറളി പൂണ്ട് മാധ്യമപ്രവർത്തകരെ കടിച്ചു തിന്നാനായി വരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കേവലം റിപ്പോർട്ട് തേടി നടപടിയെടുക്കുമെന്ന ഭീഷണി മുഴക്കുന്നതല്ലാതെ കൃത്യമായി വേണ്ട രീതിയിൽ അപ്പോൾ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരം അനാസ്ഥകൾ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെടുമങ്ങാട് ഒരു യുവതി അനുഭവിച്ച മരണവേദന അതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം ക്രൂരമാണ് ഈ ആരോഗ്യ സംവിധാനത്തിനകത്ത് പലയിടത്തും സംഭവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. കുറച്ച് ശ്രദ്ധക്കുറവിൻ്റെ അശ്രദ്ധയുടെ ഭാഗമായി ജീവൻ പോലും നഷ്ടമാകുന്ന, ജീവിതകാലം മുഴുവൻ വൈകല്യം അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന, ദുരിതം പേറി ജീവിക്കേണ്ടി വരുന്ന നിരവധി പേരുടെ കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആരോഗ്യ സംവിധാനം മൂലം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു. ഒന്നല്ല, നൂറല്ല, അതിലുമപ്പുറം. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ച, പ്രസവത്തിനായി എത്തിയപ്പോൾ ആ ഒരു യുവതിക്ക് സംഭവിച്ച ആ ഒരു ക്രൂരത, യോനി ഭാഗത്ത് ഒരു മുറിവിട്ടപ്പോൾ മലാശയമടക്കം മുറിഞ്ഞു, ജനനേന്ദ്രിയത്തിലൂടെ മലവിസർജനം പുറത്തു വന്നു. അതിക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി. അതിനുശേഷം കൈക്കൂലി വാങ്ങി പിഴവ് തിരുത്തി. വേദന കൊണ്ട് കരഞ്ഞു വിളിച്ച ആ പെൺകുട്ടിയെ അഹങ്കാരി എന്ന് വിളിച്ച് ശകാരിച്ചു. 23കാരി അനുഭവിച്ച ആ പ്രാണവേദന, അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ആശുപത്രികളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് സാധാരണ ജനം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാതിരിക്കുന്നു? കുറച്ചെങ്കിലും പണമുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നതിന് കാരണമെന്ത്? ഈ വാർത്തകളൊക്കെ തന്നെയാണ് ഇതിനാധാരം. പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുവരെ ബന്ധുക്കളായിരുന്നു കുറ്റപ്പെടുത്തലുമായി രംഗത്തെത്തിയതെങ്കിൽ നേരിട്ട് അനുഭവിച്ച ആ യുവതി തന്നെ കാരണസഹിതം തുറന്നു പറയുന്നു. ചികിത്സാ പിഴവിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ് ആ യുവതി. നെടുമങ്ങാട് സ്വദേശിനിയായ ഹസ്ന ഫാത്തിമയാണ് പ്രസവ സമയത്ത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ചികിത്സാ പിഴവും ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ചും തുറന്നു പറയുന്നത്. കേവലം 23 വയസ്സു മാത്രം പ്രായം. അങ്ങനെയുള്ളൊരു കുട്ടിയെ പ്രസവ സമയത്ത് എത്തിക്കുമ്പോൾ കൊടുക്കേണ്ട ആ ശുശ്രൂഷ, അവൾക്ക് കൊടുക്കേണ്ട മനോബലം, ഇതൊന്നും ആയിരുന്നില്ല. മറിച്ച് അവളെ ക്രൂരമായി ശകാരിക്കുകയായിരുന്നു ആ മുറിക്കകത്ത്. ഡോക്ടറുടെ കൈപ്പിഴ കാരണം 5 ശസ്ത്രക്രിയകൾക്ക് ഹസ്ന വിധേയയാകേണ്ടി വന്നു. ഇന്നാകട്ടെ ശരീരത്തിന് പുറത്ത് ഘടിപ്പിച്ച ഒരു ബാഗിലൂടെയാണ് മലവിസർജനം പോലും നടത്തുന്നത്. ആരുടെ തെറ്റത്? ഡോക്ടർ ബിന്ദു സിസേറിയൻ നടത്തിയപ്പോഴായിരുന്നു തനിക്ക് ഇത്തരം അതിക്രൂരമായ ചില സംഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നതെന്നാണ് ഹസ്ന വെളിപ്പെടുത്തുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നും തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കിയപ്പോൾ മലാശയം കൂടി മുറിഞ്ഞുപോയി. പ്രസവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വേദന മാറിയില്ല. വീണ്ടും ആശുപത്രിയിൽ കാണിച്ചു. വേദന കൊണ്ട് കരഞ്ഞപ്പോൾ ഡോക്ടർ ബിന്ദു അഹങ്കാരി എന്ന് വിളിച്ചു. 2000 രൂപ കൈക്കൂലിയായി കൊടുത്തപ്പോഴാണ് മുറിവിൽ മരുന്ന് പോലും വയ്ക്കാൻ അവർ തയ്യാറായതെന്നുള്ള വെളിപ്പെടുത്തലാണ് നെടുമങ്ങാട് സ്വദേശിനിയായ ഹസ്ന വെളിപ്പെടുത്തുന്നത്. എത്രയധികം ക്രൂരതയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇത്തരം ഡോക്ടർമാർ നടത്തുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടി തന്നെയാണ് ഹസ്ന. മലാശയം മുറിഞ്ഞതിനെ തുടർന്ന് 5 ശസ്ത്രക്രിയ പിന്നീട് തനിക്ക് നടത്തേണ്ടി വന്നു. 2025 ജൂൺ 19 പ്രസവം. മലാശയം 2.7 സെൻറ്റിമീറ്റർ മുറിഞ്ഞു. യാത്ര ചെയ്തതുകൊണ്ട് മുറിവ് സംഭവിച്ചുവെന്ന് ഡോക്ടർ കുറ്റപ്പെടുത്തി. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ശരിക്കും ഈ കുട്ടിക്ക് അറിയില്ലല്ലോ. ഒടുവിൽ ഗുരുതരാവസ്ഥയിലായി മെഡിക്കൽ കോളേജിലേക്ക് മാറി. അവിടെ മാത്രം ആലോചിക്കുക, മെഡിക്കൽ കോളേജിൽ മാത്രം 6 ലക്ഷം രൂപ ചിലവായി. ചികിത്സയ്ക്കായി ഭർത്താവിൻ്റെ ഓട്ടോ വിറ്റു, ലോൺ എടുത്തു. ശരീരത്തിന് പുറത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബാഗിലൂടെയാണ് മലവിസർജനം നിലവിൽ നടത്തുന്നത്. ഇപ്പോഴും ഭേദമായിട്ടില്ല. ആ വേദനയും പേറി ഇപ്പോഴും നടക്കുന്നു ഹസ്നയുടെ പരാതി ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പിൽ എത്തിയിട്ടുണ്ട്. പരാതി എത്തിയെന്ന് മാത്രമല്ലാതെ അതിൽ യാതൊരുവിധ നടപടിയോ മറ്റു നീക്കങ്ങളോ ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പതിവ് പല്ലവി പോലെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നടപടി സ്വീകരിക്കാം, ഇത്രമാത്രമാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ ഈ ആരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രബുദ്ധ കേരളം തലകുനിച്ച് ലജ്ജിച്ച് കേൾക്കേണ്ടി വരുന്നത്. ഇതിനിടയിലാണ് പ്രസവത്തിനിടയിൽ വിദുര സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ കുഞ്ഞു മരിച്ച കേസിൽ ഡോക്ടർ ബിന്ദു സസ്പെൻഷനിലായത്. ഇതാദ്യത്തെ സംഭവമല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതീവ ഗുരുതരമായ ഈ പിഴവ് ഒരുപക്ഷെ 2025 ഇങ്ങനെയൊരു പരാതി
ആരോഗ്യവകുപ്പിന് മുന്നിലെത്തിയപ്പോൾ അന്ന് കർശനമായി താക്കീത് നൽകുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ആ പിഴവ് സംഭവിക്കില്ലായിരുന്നു, കൈക്കൂലി വാങ്ങാൻ ആ കൈ പോലും പൊങ്ങില്ലായിരുന്നു. പക്ഷേ സർക്കാർ സംവിധാനം തന്നെയാണ്, മന്ത്രി ഭരിക്കുന്ന ഈ സിസ്റ്റം തന്നെയാണ് ഇവരെയൊക്കെ ഇങ്ങനെയാക്കിയത്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 2025 ജൂൺ 19 ഹസ്നയ്ക്ക് ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞത്. ആലോചിക്കുക, എത്ര വർഷക്കാലം. എന്നാൽ സന്തോഷം കൊണ്ട് പിന്നീട് ആ കുടുംബം ഏറെ നല്ല രീതിയിൽ ജീവിക്കേണ്ടിടത്ത് ഹസ്നയുടെ ജീവിതം തന്നെ തലകീഴായി മാറ്റിമറിക്കുകയായിരുന്നു ഈ ഡോക്ടറുടെ കൈപ്പിഴ. സാധാരണ പ്രസവത്തിനായി ജനനേന്ദ്രിയ ഭാഗത്ത് മുറിവുണ്ടാക്കിയപ്പോൾ ഡോക്ടർക്ക് പറ്റിയ കൈപ്പിഴ തന്നെയാണ് മലാശയം കൂടി മുറിഞ്ഞു പോയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അനുഭവിക്കേണ്ടി വന്ന ആ യാതന, ജനനേന്ദ്രിയത്തിനകത്തൂടെ മലം പുറത്തു വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ അവസ്ഥയായിരുന്നു. പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സാധാരണ ഒരു കുഞ്ഞിന് പോലും ചിന്തിക്കാൻ കഴിയുന്നതാണ്. ശരിയായ അവസ്ഥയിലല്ല ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നതെങ്കിൽ. എന്നാൽ അതുകൊണ്ട് യാത്ര ചെയ്ത് മുറിവുണ്ടാക്കി എന്നാണ് ഡോക്ടറുടെ കണ്ടെത്തൽ. വിചിത്രമായ വാദം. ശരിക്കും കൈപ്പിഴ പറ്റിയത് മറച്ചു പിടിക്കാൻ വേണ്ടി ആ ഡോക്ടർ ആ കുഞ്ഞിനെ തന്നെ ബലിയാടാക്കുകയായിരുന്നു. നില പിന്നീട് വഷളായി. അതിനുവേണ്ട ചികിത്സ പോലും നൽകാൻ ആ ഡോക്ടർ എന്തുകൊണ്ട് തയ്യാറായില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. എന്നിട്ട് പോലും കൈക്കൂലിയായി പണം വാങ്ങി. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോഴാണ് കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമെന്ന് മനസ്സിലായത്. 5 ശസ്ത്രക്രിയകൾ കഴിഞ്ഞു. സ്റ്റോമ ബാഗ് വയറിന് പുറത്ത് ഘടിപ്പിച്ച് ഇനി ജീവിതം തള്ളി നീക്കേണ്ടി വരും. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ആ സന്തോഷം, ആ കുഞ്ഞുമായുള്ള സന്തോഷകരമായ ജീവിതം, ഭർത്താവുമൊത്തുള്ള ആ കുടുംബം, അത് സ്വപ്നം കണ്ട ഹസ്നയ്ക്ക് ഒരു ദിവസം പോലും സന്തോഷത്തോടെ കഴിയാനോ അടക്കിപ്പിടിച്ചല്ലാതെ ആ കുഞ്ഞിനെ താലോലിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കുട്ടി ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ദുരിതവും വേദനയും പേറി ആ കുടുംബം മുന്നോട്ട് പോകുന്നു. ആലോചിക്കുക, എങ്ങനെയായിരിക്കും ആ വീട്ടിലൊരു സന്തോഷമുണ്ടാകുക. പിന്നീടുണ്ടാകിയ സാമ്പത്തിക ബാധ്യത അത് പറയേണ്ടതില്ലല്ലോ. ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് ഒരു ശസ്ത്രക്രിയയ്ക്കായി 6 ലക്ഷം രൂപ ചിലവഴിക്കേണ്ടി വരികയും മറ്റ് അനുബന്ധ ചിലവുകൾക്ക് വേണ്ടി പണം ദിവസേന കണ്ടെത്തേണ്ടിയും വരുന്ന അവസ്ഥ, അതൊക്കെ മതി ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കാൻ. യോനി ഭാഗത്തുകൂടി മലം പുറത്തു വന്നതിന് പിന്നാലെ അണുബാധയേറ്റ് യുവതി വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ ഏറ്റവും ക്രൂരമായിട്ടുള്ള പെരുമാറ്റം തന്നെയായിരുന്നു ഡോക്ടർ ബിന്ദു മറുപടിയായി പറഞ്ഞത്. കരഞ്ഞ് വേദന കൊണ്ട് അലറി വിളിച്ചപ്പോൾ അഹങ്കാരി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. മികച്ച പരിചരണത്തിന് വേണ്ടി സർക്കാർ ഡോക്ടർ പണമെണ്ണി വാങ്ങി കുട്ടിയെ മരണക്കയത്തിലേക്ക് തന്നെയായിരുന്നു ശരിക്കും തള്ളിവിട്ടത്. നില വഷളായപ്പോഴാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് കൈ കഴുകിയത് പോലും. മാനസികമായി ഒട്ടനവധി തളർച്ചയാണ് ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഡോക്ടറുടെ പെരുമാറ്റത്തെക്കാൾ, ശാരീരിക വേദനയേക്കാൾ വേദന ഉണ്ടാക്കിയത് ഡോക്ടറുടെ ആ പെരുമാറ്റം തന്നെ ആയിരുന്നു. മുറിവിൽ മരുന്ന് പോലും വയ്ക്കാൻ തയ്യാറാകാത്ത ഒരു ഡോക്ടർ, അവരെ അങ്ങനെ വിളിക്കാൻ പോലും അർഹതയുണ്ടോ എന്നതാണ് ഇപ്പോൾ ചോദിക്കേണ്ടത്. ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി. ലോൺ എടുത്ത് ആ കുടുംബത്തെ ബാധ്യതയിലാക്കി. സ്വന്തം കുഞ്ഞിനെ പോലും ഒന്ന് എടുത്ത് താലോലിക്കാൻ ശാരീരിക അവശതകൾ മൂലം ആ കുട്ടിക്ക് ഇതുവരെയും കഴിയുന്നില്ല. കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അതിദയനീയമാണ് ഈ അമ്മയുടെ സാഹചര്യം. കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. സിസേറിയൻ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി 3-ാം ദിവസം തുന്നലിട്ട ഭാഗത്തു കൂടി വിസർജ്യം പോയി എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. മുറിവ് ഉണങ്ങുമ്പോൾ ശരിയാകുമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷേ മുറിവ് പിന്നീട് ഉണങ്ങിയില്ല. 10-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തിയപ്പോഴും ഇതേപോലെ തന്നെ സ്ഥിതി. അതോടൊപ്പം കടുത്ത വേദനയും ഈ പറഞ്ഞതുപോലെ പഴുപ്പിറങ്ങി ഇൻഫെക്ഷനായി സ്ഥിതി ഏറെ ഗുരുതരമായി. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ജൂലൈ 14 ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലും കുടുംബത്തിന് പിടികിട്ടിയത്. സാധാരണഗതിയിൽ ഈ സർജറിക്ക് ശേഷം വിസർജ്യം സാധാരണഗതിയിൽ പുറത്തു പോകേണ്ടതാണ്. അതിന് മുമ്പ് വരെ ബാഗ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒക്ടോബർ 22 യുവതിക്ക് പ്ലാസ്റ്റിക് സർജറി അടക്കം നടത്തിയത്. പക്ഷേ അതുപോലും ഫലം കണ്ടില്ല. പിന്നീട് കുടലിൻ്റെ കൂടുതൽ ഭാഗം ശരീരത്തിന് പുറത്ത് വയ്ക്കാനുള്ള ശസ്ത്രക്രിയ നവംബർ 5 ചെയ്തു. 11 വീട്ടിലെത്തിയിട്ടും വേദന കുറഞ്ഞില്ല. ഡിസംബർ 6 വീണ്ടും